ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ പലതരം മിൽക്ക് ഷേക്കുകൾ കഴിച്ചിട്ടുണ്ടാവും. ഇന്നൊരു സ്പെഷ്യൽ മിൽക്ക് ഷേക്കാണ് കോക്കനട്ട് മിൽക്ക് ഷേക്ക്. പേര് പോലെ തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത്. അതിന് 1 ടീ കപ്പ് തേങ്ങ എടുത്ത് മിക്സി ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 3 ഏലക്ക തോല് കളഞ്ഞ് കുരു മാത്രം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരയ്ക്കാം. അതിനുശേഷം 1/2 ടീ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കണം. നമുക്കിതിൽ നിന്നും തേങ്ങാപ്പാൽ എടുക്കണമല്ലോ. അതിനുശേഷം നമുക്കിതിൽ നിന്നും 1-ാം പാൽ എടുക്കണം. പശുവും പാൽ എല്ലാവർക്കും ചേരില്ല, ചിലർക്ക് അത് അലർജി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മിൽക്ക് ഷേക്കിൽ നമ്മൾ പാൽ ഉപയോഗിക്കുന്നില്ലല്ലോ, തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതിന് 2-ാം പാൽ കൂടി എടുക്കേണ്ടതുണ്ട്. 1-ാം പാൽ എടുത്ത ശേഷം ആ തേങ്ങയിലേക്ക് 1 ടീ കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ നമുക്ക് 2-ാം പാൽ എടുക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുറച്ച് റിച്ച് ആയിട്ടുള്ള ഷേക്കാണിത്. കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് ബദാമും ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ, പിസ്ത എല്ലാം നിങ്ങൾക്ക് സോക്ക് ചെയ്ത് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ ബദാമിൽ തോലെല്ലാം അടർന്നു വരും. അതെല്ലാം അടർത്തി കളഞ്ഞ ശേഷം നമുക്കൊരു കുഞ്ഞ് മിക്സി ജാറിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ചെറിയ മിക്സി ജാറിലിട്ടാൽ മാത്രമേ നമുക്കിത് ഫൈനായി അരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായി അരച്ചെടുക്കാം. ഇനി ഇതും നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലും മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ബദാം പൊടിച്ചതും കാഷ്യൂ പൊടിച്ചതുമാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഈ വെറൈറ്റി മിൽക്ക് ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്